ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിംകളാണെങ്കിലും മറ്റ് പിന്നോക്ക ജാതിയിൽപ്പെട്ട പാവങ്ങളാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന പ്രസ്ഥാനം പാലായുടെ മണ്ണിൽ ദേശാഭിമാനികളായ ജനത തിങ്ങിപ്പാർക്കുന്ന പാലായുടെ മണ്ണിൽ വിജയിക്കാമെന്നുള്ള വ്യാമോഹമായി ജോസ് കെ മാണിയെ ചീത്ത പറഞ്ഞുകൊണ്ട് പാലായെ നന്നാക്കണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ടു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 26,000 24,000 വോട്ട് നേടിയ BJP കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടാണ് നേടിയത്. അത് BJPയുടെ വോട്ട് മാനസി കാപ്പിന് മറിച്ചു കൊടുക്കുകയായിരുന്നു. ഇത്തവണ അത് ഷോണിന് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാലായുടെ മണ്ണിൽ ജനകീയനായ MP അപവാദ പ്രചരണത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വത്ത് സമ്പാദിച്ചെന്നോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നോ ജോസ് കെ മാണിയെ കുറിച്ച് ഇവർ പറയുന്നില്ല. ചിരിക്കല, മിണ്ടിയല, വർത്താനം പറയല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ പോലെയുള്ള ജനകീയനായിട്ടുള്ള ഒരു MP-യെ, ഭാവനാപൂർണമായിട്ടുള്ള ഒരു MP-യെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മുമ്പിൽ പോലും ഈ കേരളത്തിന് വേണ്ടി, കോട്ടയത്തിന് വേണ്ടി, പാലായ്ക്ക് വേണ്ടി അവകാശങ്ങൾ കണക്ക് പറഞ്ഞു മേടിച്ച ജോസ് കെ മാണിയെ ചരിത്ര വിജയത്തിലേക്ക് നയിക്കാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മതത്തിനും ജാതിക്കും ഭാഷയ്ക്കും എല്ലാ അതിരുകളും കടന്ന് ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ മുന്നോട്ട് വരികയാണ്.